ബോളിവുഡിലെ ഏറ്റവും സുന്ദരന്മാരായ താരങ്ങൾ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. എന്നാൽ 1950കളിൽ യുവതികളുടെ മനം കവർന്ന റൊമാൻറ്റിക് സ്റ്റൈലിഷ് നായകനായ ദേവാനന്ദ് എന്ന നടനെക്കുറിച്ച് അധികം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആരാധികമാരുടെ ശല്യം കാരണം ഇഷ്ടവസ്ത്രം പോലും ധരിക്കാൻ അനുമതിയില്ലാതിരുന്ന ദേവാനന്ദ് ഒരു കാലത്ത് നടന്നു കയറിയത് ആരാധികമാരുടെ ഹൃദയത്തിലേക്കായിരുന്നു. ധരംദേവ് പിഷോരിമൽ ആനന്ദ് എന്ന ദേവാനന്ദ് എന്ന സൂപ്പർ സ്റ്റാറിന് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം പോലും ധരിക്കാനുള്ള അവകാശം കോടതി നിഷേധിച്ചിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കോടതി കറുത്ത കോട്ടിടുന്നത് വിലക്കിയ ഏക നടൻ. വാസ്തവത്തിൽ അത്തരത്തിലൊരു വിലക്ക് ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തിന് കൽപ്പിച്ചു നൽകിയിരുന്നു. ഏറെ സുന്ദരനും സുമുഖനുമായ നായക സങ്കല്പങ്ങൾക്കും അതീതമായിരുന്നു ദേവാനന്ദ്. ഒരു നോക്ക് കാണാൻ സിനിമ കൊട്ടകയിലേക്ക് ആരാധികമാരുടെ പ്രവാഹമായിരുന്നു. നായക നടന്മാരിൽ ഇത്ര സുന്ദരനായ അദ്ദേഹത്തിനെ ബോളിവുഡിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലായിരുന്നു. 1958 ദേവാനന്ദിന്റെ കാലാപാനിയും 1961 ഹംദോനും എന്ന ചിത്രവും പുറത്തിറങ്ങിയത്. രണ്ട് ചിത്രങ്ങളും വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. അക്കാലത്താണ് ബോംബെ ഹൈക്കോടതി ദേവാനന്ദിനെ കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് ബാൻ ഏർപ്പെടുത്തിയെന്ന തരത്തിലുള്ള അഭ്യൂഹം പ്രചരിച്ചത്. എന്താണ് അതിന് കാരണമെന്നല്ലേ? ദേവാനന്ദ് കറുത്ത വസ്ത്രത്തിൽ സുന്ദരനും വളരെ ആകർഷവാനുമായിരുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പെൺകുട്ടികൾ തടിച്ചുകൂടുകയും എന്തിനേറെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടി ഭരിക്കുന്ന സാഹചര്യം വരെയും അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച യുവതികൾ ഒരു നോക്ക് കാണാൻ തിക്കും തിരക്കും കൂട്ടുകയും ബോധരഹിതരായി വീഴുകയും ചെയ്തിരുന്നുവെന്ന് കഥകൾ പ്രചരിച്ചിരുന്നു. തിരക്കിൽപ്പെട്ട് അപകടങ്ങൾ പതിവായതോടെ പൊതുസ്ഥലങ്ങളിൽ കറുത്ത കോട്ട് ധരിക്കരുതെന്ന് ദേവാനന്ദിന് അധികാരികൾ നിർദ്ദേശം നൽകുന്ന തരത്തിൽ വരെ സ്ഥിതിഗതികൾ രൂക്ഷമായിരുന്നു. അതേസമയം ഒന്നിലധികം അഭിമുഖങ്ങളിലും തന്റെ ആത്മകഥയായ റൊമാൻസിംഗ് വിത്ത് ലൈഫിലും ദേവാനന്ദ് ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. തന്റെ കറുത്ത കോട്ടിന് മേലുള്ള ഉന്മാദാവസ്ഥ സ്ത്രീകളിൽ അക്കാലത്ത് വളരെ കൂടുതലായിരുന്നത്രേ. എന്നാൽ ആരാധകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അദ്ദേഹം പൊതുസ്ഥലത്ത് കറുപ്പ് ധരിക്കുന്നത് സ്വമേധയാ നിർത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദേവാനന്ദിന് അത്തരത്തിലൊരു ബാൻ ലഭിച്ചിട്ടില്ലെന്നതാണ് സത്യം. പ്രചരിക്കുന്നത് വെറും കെട്ടുകഥയാണെന്നും ആത്മകഥയിൽ പറയുന്നുണ്ട്. ദേവാനന്ദ് എന്ത് വസ്ത്രം ധരിച്ചാലും അത് പിന്നീട് ഫാഷൻ ലോകത്ത് തന്നെ ട്രെൻഡ് സെറ്ററായി മാറുമായിരുന്നു. വെളുത്ത ഷർട്ടിന് മുകളിൽ കറുത്ത കോട്ട് ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഫാഷനും സ്റ്റൈലിലും സ്ത്രീകൾ മാത്രമല്ല അക്കാലത്ത് പുരുഷന്മാരും ഏറെ ആകർഷകരായി അനുകരിച്ചിരുന്നു. 2011 ഡിസംബർ 3 ഹൃദയാഘാതത്തെ തുടർന്ന് തന്റെ 88ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. നടനും സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും എന്നീ നിലകളിലും ദേവാനന്ദ് എന്ന സ്റ്റൈലിഷ് ഐക്കൺ ബോളിവുഡിലെ സുവർണ കാലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആരാധകരായ പല പെൺകുട്ടികളും ഒരു നടന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുക എന്ന് കേട്ടാൽ നമ്മൾ ചിരിച്ചു തള്ളുമെങ്കിലും ഇന്ന് പല ഡ്രാമാസിന് അഡിക്റ്റായ ജെൻസി കുട്ടികളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് 2024 ചെന്നൈയിൽ നടന്ന സംഭവം. അവിടെ 13കാരികളായ പെൺകുട്ടികൾ BTSനെ കാണാനായി വീട് വിട്ടിറങ്ങിയ സംഭവം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് 16കാരി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ മരിച്ചതായും ആ ദുഃഖം താങ്ങാൻ വയ്യാത്തതിനാലാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് കുറിപ്പെഴുതി ജീവനൊടുക്കിയ സംഭവവും. എന്നാൽ കേസിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് ഇപ്പോഴും. ഇത്തരത്തിലുള്ള അമിതമായ ആരാധനയാണ് പലപ്പോഴും പുതുതലമുറയെയും അപകടത്തിലേക്ക് തള്ളിവിടുന്നത്.